ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ കേക്കിൻ്റെ വ്ളോഗുമായിട്ടാണ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പം നമ്മൾ സാധാരണ ക്രിസ്മസിന് നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മൾ കേക്ക് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ചിട്ട് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അതും നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും അത് കാണുക. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 4-5 കഷ്ണം കറുവാപ്പട്ട, 2-3 ഗ്രാമ്പു ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കണം. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി നമ്മൾ തനിയെ ഒന്ന് പൊടിച്ചെടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത ആ ഒരു പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതൊന്നിങ്ങനെ കാരമലൈസ്ഡ് ആയിട്ട് വരുന്നത് കാണാം. അപ്പൊ കൈ വിടാതെ ഇളക്കി അത് നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതങ്ങ് തിളപ്പിക്കുക. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്കമുന്തിരി, ചെറി, ട്യൂട്ടി ഫ്രൂട്ടി, നട്ട്സ്, ഡേറ്റ്സ്, ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. കാരമലൈസ്ഡ് ഷുഗർ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നട്ട്സ് ഒഴിച്ചിട്ട് ബാക്കി എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം. ഇനി കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കാം. സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് കേക്ക് ടിന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മൈദാപ്പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് മൊത്തത്തിൽ ആ കേക്ക് ടിന്നിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ബട്ടർ പേപ്പർ നമ്മൾ അളവിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൈദാപ്പൊടിയിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, വളരെ കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ഇതൊരു 3 തവണ അരിച്ചെടുക്കുന്നുണ്ട്. 2ാമത്തെ തവണ അരിച്ചെടുക്കുമ്പോൾ ജാതിക്ക പൊടിച്ചതുകൂടി ചേർത്തിട്ടാണ് അരിച്ചെടുത്തത്. അങ്ങനെ 3 തവണ അരിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോർ കിട്ടും. ഇനി കുറച്ച് നട്ട്സിലേക്ക് ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഫ്ലോർ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു 4 മുട്ട പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കൂടി ഇട്ടിട്ട് വീണ്ടും അതൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് അടിച്ചെടുക്കുക. പിന്നെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ അതുകൂടി അടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം അടിച്ചെടുക്കാൻ. അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ബാറ്ററിന് കിട്ടത്തുള്ളൂ. ഈ സമയം നമ്മുടെ ആ ഒരു കാരമലൈസ്ഡ് ഷുഗറിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടത് നന്നായിട്ട് കുറുകി സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ 2 പാത്രത്തിലായിട്ട് ഈ ഒരു ഫ്ലോർ മാറ്റുന്നുണ്ട്. കാരണം നമ്മൾ 2ആയിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ഫ്ലോറിന്റെ മിക്സിലേക്ക് നമ്മൾ ആ അടിച്ചെടുത്ത ബാറ്റർ ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ആ ഒരു കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. കുറച്ച് ഓറഞ്ച് സിസ്റ്റും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് നീര് കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പൊ നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ആ ഒരു പ്ലം കേക്കിന്. എന്നിട്ട് ആ ഒരു മാറ്റി വെച്ച ഫ്ലോർ നട്ട്സിന്റെ മിക്സിൽ അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫൈനൽ ബാറ്റർ സെറ്റായി. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് അതിലൊരു റിങ് ഇട്ടിട്ട് നമ്മളൊന്ന് മൂടി വെച്ചൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കേക്കിന്റെ ആ ഒരു ബാറ്റർ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എയർ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് ഒക്കെ വെച്ചിട്ട് അതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുത്തു. ഈ ടൈം നമ്മുടെ ആ ഒരു പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പാൻ നന്നായിട്ട് ഹീറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇതിലേക്ക് നമ്മൾ ഈ ഒരു കേക്ക് ടിൻ ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂടിക്കൊടുക്കുക. അതുപോലെ ആ പാനും നന്നായിട്ട് മൂടിക്കൊടുക്കുക. ഇനി ഒരു 45 മിനിറ്റ്സ് അത് കുക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ 2 കേക്ക് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ അടുത്ത കേക്കിലും നമ്മൾ ചെയ്തു. ആ കേക്ക് ടിൻ ഒരു ലവ് ഷേപ്പില് ആ ഒരു ടിന്നാണ്. അപ്പൊ നമുക്കൊരു ലവ് ഷേപ്പിലെ കേക്ക് കിട്ടും. അപ്പൊ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോൾ കേക്ക് ഒക്കെ നല്ല പൊന്തി സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ഒരു പപ്പട കമ്പിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ അത് ക്ലിയർ ആയി വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് കുക്കായി. അപ്പൊ അതാ നമ്മുടെ 2 കേക്കും നല്ല അടിപൊളിയായിട്ട് കുക്കായി. എന്താ തിരിച്ചൊക്കെ ഒന്നിട്ട് നോക്കിയപ്പോഴും ആ ബാക്ക് സൈഡും സൈഡ് പോർഷനും ഒക്കെ സെറ്റായി. ഇനി നമുക്ക് ആ ബട്ടർ പേപ്പർ ഇളക്കി കളയാം. ഇതാ കണ്ടില്ലേ, ബട്ടർ പേപ്പർ ഇളക്കി കളഞ്ഞപ്പോൾ സെറ്റ്
ആണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. സൈഡിലൊക്കെ ബട്ടർ പേപ്പർ എന്ത് ഈസി ആയിട്ട് അതൊക്കെ ഇളകി വരുന്നതെന്ന് കണ്ടോ. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കുക്കായി എന്നാണ് അതിന്റെ അർത്ഥം. ഇതേ നോക്കിയേ, എന്ത് രസമാണ്. അപ്പൊ ഇത് ഒന്ന് സെറ്റ് ആവണം. ഇപ്പൊ നല്ല ചൂടാണ്, നല്ല ചൂടോടാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇരുന്ന് സെറ്റ് ആവണം ഇനി. അപ്പൊ നമ്മുടെ ആ ഒരു ലവ് ഷേപ്പിലെ കേക്കും ഇതാ നമുക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബട്ടർ പേപ്പർ ഒക്കെ ഈസി ആയിട്ടാണ് ഇളകി വരുന്നത്. അപ്പോൾ ഇതാ സൈഡ് പോർഷനും ഒക്കെ ഇതാ ഇളക്കിയെടുത്തു. പിന്നെ അതിൽ നമ്മൾ ഗാർണിഷ് ചെയ്ത നട്ട്സും ആ ഒരു മുന്തിരിയൊക്കെ അതിന്റെ ഉള്ളിലേക്ക് പോയി ഈ കേക്ക് പൊന്തി വന്നപ്പോഴത്തേക്ക്. പക്ഷെ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും. അങ്ങനെ ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത 2 പ്ലം കേക്കും, 2 ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത പ്ലം കേക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു 2 ദിവസം കഴിഞ്ഞായിരുന്നു കേട്ടോ നമ്മൾ കട്ട് ചെയ്തത്. അപ്പൊ നല്ലോണം ആ ഒരു ഫ്ലേവർ ഒക്കെ ഇറങ്ങിയിട്ട് സെറ്റ് ആയിട്ടിരിക്കും. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവർ ഒക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്സ് അറിയിക്കുക. താങ്ക്